ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തമിഴ്നാട്ടിലുള്ള പാവനാശം ശിവക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഈ പോകുന്ന വഴിയിലെ കാഴ്ചകൾ കാണാൻ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് നേരെ ക്ഷേത്രത്തിലോട്ട് പോകാം. ഈ കാണുന്നത് ഒരു ഡാമാണ്. പക്ഷേ ഷട്ടറൊന്നുമില്ല. ഇവർക്ക് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡാമാണ്. പക്ഷേ ഈ ഡാം കാണാൻ നല്ലൊരു ഭംഗിയാണ്. കാരണം നമ്മുടെ ഈ ഡാമിൻ്റെ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മലനിരകൾ കാണാൻ പറ്റും. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഈ നേരിട്ട് കാണാൻ നേരത്ത് ഭയങ്കര ഭംഗിയാണ്. അങ്ങനെ നമ്മളിപ്പം ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി. ഈ കാണുന്നത് ക്ഷേത്രത്തിൻ്റെ മതിലാണ് കേട്ടോ. നല്ല ഹൈറ്റിലാണ് ഈ മതിൽ ഉള്ളത്. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളൊക്കെ നല്ല ഹൈറ്റിലാണ് ഇവർ മതിൽ, അതും പാറ വെച്ചാണ് കെട്ടിയേക്കുന്നത്. ഇനി നമ്മൾ ക്ഷേത്രത്തിൽ കയറുന്നതിന് മുൻപ് തന്നെ നമ്മൾ താമരഭരണി നദിയുണ്ട്. ആ നദി പോയി മുങ്ങി കുളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത പാവങ്ങളൊക്കെ തീരുമെന്നാണ് വിശ്വാസം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ക്ഷേത്രത്തിൽ കയറാൻ. പിന്നെ അഗസ്ത്യമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദിയാണ് ഈ താമരഭരണി നദി. പിന്നെ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ കൂടെ തന്നെയാണ് ഈ നദി ഒഴുകുന്നത്. അവിടെ നല്ല തിരക്കാണ്. അതുകൊണ്ടാണ് കുറച്ച് ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം കുളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. ഈ കുരങ്ങന്മാരെ ഇവിടെ വരുമ്പോൾ സൂക്ഷിക്കണം. ഇത് നമ്മൾ അടുത്തേക്ക് ഇത് ആക്രമിക്കത്തൊന്നുമില്ല, ഒന്നും ചെയ്യത്തില്ല. പക്ഷെ കയ്യിൽ എന്തെങ്കിലും കഴിക്കാനെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് എപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് റാഞ്ചി കൊണ്ടുപോകും. ഈ കാണുന്നതാണ് പാവനാശം ശിവക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ അകത്തൊന്നും കയറി ഫോട്ടോസോ വീഡിയോസോ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എടുക്കാഞ്ഞത്. പിന്നെ നമ്മൾ തിരിച്ചു പോകുന്ന ചെങ്കോട്ടയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴി നല്ലൊരു ഹോട്ടലുണ്ട്. അതുകൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നല്ല ഫുഡാണ് അവിടുത്തെ കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ഹോട്ടൽ, A1 ഹോട്ടൽ. ഈ ഹോട്ടലുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ പൊട്ടൈപുതൂർ എന്നുള്ള സ്ഥലമാണ്. ഇത് പാവനാശത്തു നിന്ന് ഇവിടേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 12 കിലോമീറ്ററാണ്. ഇത് തെങ്കാശി പോകുന്ന റോഡാണ്. പാവനാശം തെങ്കാശി പോകുന്ന റോഡാണ്. റോഡ് സൈഡ് തന്നെയാണ് ഈ ഹോട്ടലുള്ളതും. പിന്നെ ഈ ഹോട്ടൽ പെട്ടെന്ന് തിരിച്ചറിയാൻ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. പാവനാശം ശിവക്ഷേത്രത്തിൽ വരാൻ ആഗ്രഹമുള്ളവർ ഇപ്പോൾ കൊല്ലത്ത് നിന്നാണ് വരുന്നതെങ്കിൽ നേരെ ചെങ്കോട്ടയിൽ നിന്ന് തിരുനെൽവേലി ട്രെയിനിൽ കയറുക. അവിടുന്ന് അംബാസമുദ്രത്തിൽ ഇറങ്ങുക. അംബാസമുദ്രത്തിൽ നിന്ന് ബസ്സുണ്ട്.
നേരെ ക്ഷേത്രത്തിലേക്ക്, അല്ലെങ്കിൽ തെങ്കാശി വന്നിട്ട് തെങ്കാശിയിൽ നിന്ന് ഡയറക്റ്റ് പാവനാശം ശിവക്ഷേത്രത്തിലേക്ക് പോകുന്ന വണ്ടിയുണ്ട്, ബസ്സുണ്ട്. അഥവാ നിങ്ങളല്ലാതെ വരുന്നെങ്കിൽ, നിങ്ങളുടെ വാഹനത്തിലാണ് വരുന്നെങ്കിൽ ചെങ്കോട്ടയിൽ നിന്ന് കുറ്റാലം വന്നിട്ട് കുറ്റാലത്ത് നേരെ പാവനാശം. ചെങ്കോട്ടയിൽ നിന്ന് പാവനാശം വരെ 41 കിലോമീറ്ററും തെങ്കാശി വഴി പാവനാശം വരെ 42 കിലോമീറ്ററും. പക്ഷേ തെങ്കാശി വഴി വരുന്നതും നല്ല ട്രാഫിക്കാണ്. തിരുവനന്തപുരം സൈഡിൽ നിന്നാണ് വരുന്നെങ്കിൽ തിരുനെൽവേലി വന്നിട്ട് അവിടുന്ന് തെങ്കാശി പോകുന്ന ചെങ്കോട്ടയിലോ ട്രെയിനിൽ കയറിയിട്ട് അമ്പാസമുദ്രത്ത് ഇറങ്ങണം. അവിടുന്ന് ബസ്സുണ്ട് ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഓരോ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുമ്പോട്ടുള്ള വീഡിയോ ചെയ്യാൻ പറ്റൂ. അപ്പം അടുത്ത വീഡിയോ നമുക്ക് കാണാം.